ചിങ്ങനിലാവ് 2025 എന്ന ഈ ഒരു ഓണാഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഇന്ന് ഇങ്ങനെയൊരു ശ്യാമസുന്ദരമായൊരു വേദി ഒരുക്കി തന്ന ഈ ചിങ്ങനിലാവിലെ മുഴുവൻ കമ്മിറ്റി ഭാരവാഹി സുഹൃത്തുക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ 1000 നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം രേഖപ്പെടുത്തുകയാണ്. വിശേഷ്യ നിങ്ങളുടെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് ഈ ഒരു കലാവിരുന്ന് കാണുവാനും ആസ്വദിക്കുവാനും വിലയിരുത്തുവാനും ഇന്ന് ഈ വേദിക്കരയിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ കലാസ്വാദക സുഹൃത്തുക്കൾക്കും 1000 സ്വാഗതം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ അണിയിച്ചൊരുക്കുന്ന ഈ ഒരു മെഗാ ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. प्रणवालय पाहि परिपालय परमेशी कमलालय श्रीदेवी कुरिपिंचवे करुणांबुरासी धीम तारा धीम धीम तारा जतुलतो विनोदिनी भुवन पालिनी वे अनाथ रक्षणनी विधि कादटे मोरविनी चेरवटे
താങ്ക് യു പ്രിയപ്പെട്ടവരെ. പ്രവാസി മലയാളി അസോസിയേഷൻ വൈൽഡ് ഫീൽഡ് ഇതിൻ്റെ ചിങ്ങനിലാവ് 2025 ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നതെന്നറിയാം. ഏതായാലും നിറസമൃദ്ധിയുടെ പൂത്താലവുമായി ഉത്സവലഹരികളുടെ മധുര സ്മരണകളുമായി നമ്മുടെ മലയാളി തിരുമുറ്റത്ത് വീണ്ടും ഒരു പൊന്നോണം കൂടി വന്നിരിക്കുകയാണ്. ഏവർക്കും 1000 ഓണാശംസകൾ. അപ്പോൾ അത്തം തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ, ഞങ്ങളുടെ ആദ്യത്തെ ഓണത്തിൻ്റെ പ്രോഗ്രാം ഇവിടെയാണ്. അപ്പോൾ ഏതായാലും 1000 ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇന്ന് രാവിലെ ഇവിടെ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നവരാണെന്നറിയാം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും കുറച്ച് ആളുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഉള്ള ആളുകൾ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം കട്ടയ്ക്ക് നിൽക്കണം. ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവോ? അപ്പോൾ നമ്മൾ ആളുകൾ എത്രയോ എന്നുള്ളതല്ല, നിങ്ങളുള്ള ആളുകൾ വളരെ ഗംഭീരമായിട്ട് നമ്മോടൊപ്പം നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റെഡ് അഡാസ് ഈവൻസിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പാട്ടും അതുപോലെ തന്നെ ഏറെ ശ്രദ്ധേയമായ കോമഡി സ്കിറ്റുകളും അതുപോലെ തന്നെ ഡാൻസും ഒക്കെ സമന്വയിപ്പിച്ചാണ് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഏതൊരു പ്രോഗ്രാമിൻ്റെയും ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ആസ്വാദകരാണ്. അതിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോത്സാഹനമാണ്. കയ്യടി എന്ന് പറയുന്നത് ഒരിക്കലും ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് നിങ്ങൾ മനസ്സറിഞ്ഞ് തരേണ്ടതാണെന്നറിയാം. ഞങ്ങളെപ്പോലുള്ള ആങ്കർമാർ ചോദിക്കും കയ്യടിക്കോ 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 എന്ന്. ആ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്, ചോദിക്കില്ല. നിങ്ങൾ മനസ്സറിഞ്ഞ് തരണം. എങ്കിലും നമ്മൾ തുടങ്ങാൻ പോവുകയാണ് നമ്മൾ ഈ പ്രോഗ്രാം. അതിനുവേണ്ടി ആദ്യം തന്നെ നല്ലൊരു കയ്യടി തരും. ബിഹാൻഡ് ക്ലാപ്പ്. താങ്ക് യു പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഏതായാലും നമ്മൾ നിരവധി TV ചാനലിലൂടെ എല്ലാം ഏറെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തുള്ള ഒരുപാട് കലാകാരന്മാർ ഇന്ന് നമ്മുടെ റെഡ് അഡാസ് ഈവൻസിന് വേണ്ടിയിട്ട് ഇവിടെ ഗാനം ആലപിക്കാൻ എത്തിയിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ പ്രോഗ്രാം തുടങ്ങുകയാണ്. നമ്മൾ സൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ, നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കസ്ട്രയും സൗണ്ടും ഒക്കെയാണ്. അത് കൃത്യമായി നമ്മൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് മുൻപോട്ടുള്ള പ്രയാണത്തിൽ അത് ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് മുൻപോട്ട് വന്നത്. അപ്പോൾ ഏതായാലും ആദ്യം തന്നെ നമുക്ക് ഒരു ഓണപ്പാട്ടോടുകൂടി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് തുടക്കം കുറിക്കാം. അപ്പോൾ ഈ ഒരു ഓണപ്പാട്ടുമായിട്ട് 2 പേര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ഈ വേദിക്ക് കേരളക്കരയ്ക്ക് ഒരു പ്രത്യേകം പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം നമ്മുടെ മലയാള ചലച്ചിത്ര ഗാന പിന്നണി രംഗത്തേക്ക് ഒരുപാട് പേരെ കൈപിടിച്ചിർത്തിയ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ഒരു പ്രോഗ്രാമാണ്, റിയാലിറ്റി ഷോയാണ് നമ്മുടെ ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പ്രോഗ്രാം. ഈ ഒരു ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയും പിന്നീട് നിരവധി വേദികൾ മാറ്റിക്കുകയും ചെയ്ത് ഇന്ന് ഈ വേദിയെ ധന്യമാക്കാനെത്തിയ സീസൺ 4-ലെ ഒരു കലാകാരനും കലാകാരിയാണ് ഈ വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒന്നുകൂടി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൈയടിക്കുമെന്നറിയാം. എങ്കിലും അവരെ ഞാൻ ഹൃദയപൂർവ്വം വേദിയിലേക്ക് 2 പേരെ ഒരുമിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീനാഥ് ആൻഡ് അഞ്ജു ജോസഫ്, വെൽക്കം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ഓണം. ഒരു ഗംഭീര ഓണമായിരിക്കട്ടെ ഈ വർഷത്തെ നിന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ പ്രവാസി അസോസിയേഷൻ വൈറ്റ് ഫീൽഡിൽ ഈ ഓണാഘോഷത്തിനോടനുബന്ധിച്ചിട്ട് എനിക്കും അഞ്ജുവിനും വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഇത് ഓർഗനൈസ് ചെയ്ത എല്ലാ സംഘാടകർക്കും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ തന്നെ റെഡ് ഐഡിയാസിൻ്റെ ഓർക്കസ്ട്രയും എല്ലാ ടീം അംഗങ്ങളും ഇവിടെയുണ്ട്. അത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഞങ്ങളെല്ലാം പ്രിയപ്പെട്ട സന്തോഷേട്ടനാണ്. സന്തോഷേട്ടനും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ബാക്കി പറ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നല്ലൊരു ഓണമാവട്ടെ, നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇന്നിവിടെ നമ്മളിവിടെ കൊണ്ടുവന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഇരിക്കുമോ അതോ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കിന് ഡാൻസ് കളിക്കുമോ? ഡാൻസിനൊക്കെ റെഡിയാണോ? ഓക്കെ. അപ്പോൾ അവിടെ ആൾക്കാരുണ്ട്. അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു ഓണസദ്യയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു ഓണസദ്യ? ഇത്രയേ ഉള്ളോ? 6 ഓണസദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? നോട്ടി. ഓക്കെ. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. നമുക്കൊരു ഓണപ്പാട്ട് വെച്ച് തന്നെ തുടങ്ങാം. ചേട്ടൻ കറക്റ്റ് ഓണത്തിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഓണമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കോസ്റ്റ്യൂമാണ്. ഞാൻ ഈ പാട്ട് പാടേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല സത്യത്തിൽ. പക്ഷേ സാറില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ അല്ലേ? അതെ, നമ്മൾ എന്നും പോണത് അഡ്ജസ്റ്റ്മെൻറ്റിലാണല്ലോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഓണപ്പാട്ടാണ്. ഈ അടുത്തിടെ വന്ന് വളരെ വലിയ ഹിറ്റായി മാറിയിട്ടുള്ള
ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആ മലയാളം സോങ് എല്ലാ ഓണപ്പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എൻജോയ് ചെയ്യുക. നല്ല കൈയടിച്ച് അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ. നമുക്കുള്ള ഏറ്റവും വലിയൊരു എനർജി എന്ന് പറയുമ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതാണ്. അപ്പോൾ അതുണ്ടാവുന്ന വിശ്വാസത്തോടു കൂടെ തുടങ്ങുന്നു. താങ്ക് യു. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. എല്ലാവർക്കും കൂടെ ചേർന്ന് പാടാം. പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. ആ ആ കടക്കണ്ണിൽ ഋഷിമിന്നും പുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരുമ്മ സമ്മാനം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിന്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ നിറയുന്നു നിറവയറൂണിൻ്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിനവോരമുണരുന്നു സംഗീതം സംഗീതം. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. പൂവേ പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ 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 പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ പൂവേ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. പറയാൻ നോക്കിയായിരുന്നില്ലേ? പറഞ്ഞോ? ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഏതായാലും അടുത്ത പാട്ട് നമ്മുടെ ശ്രീനാഥ് തന്നെയാണ് ആലപിക്കാൻ പോകുന്നത്. നമ്മുടെ മലയാള ചലച്ചിത്ര വേദിയിൽ ലാലേട്ടൻ്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ഹിസൈനസ് അബ്ദുള്ള എന്ന സിനിമയ്ക്ക് വേണ്ടി ഗാനഗന്ധർവൻ യേശുദാസ് ആലപിച്ച് സുന്ദരമാക്കിയ പ്രമദവനം വീണ്ടും എന്നാലപിക്കുന്ന ഒരു സെമി ക്ലാസിക്കൽ ഗാനമാണ് വേദിയിൽ ആലപിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഗാനവുമായിട്ട് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് ശ്രീനാഥ് കടന്നു വരികയാണ്. വെൽക്കം. ചെക്ക്.
ചേട്ടാ ഇൻ ഇയറിൽ വോയിസ് ഒരു പൊടിക്ക് കൂട്ടിയിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഒരു പൊടിക്ക് താത്തിക്കും. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൾ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ. കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവകനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ യമുനയിലൊരു വനമരരായൊഴുകിയ ഞാൻ. ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായൊഴുകിയ ഞാൻ. യദുകുല മധുരിമ തഴുകിയ മുരളിയിലൊരു യുഗ സംഭ്രമ ഗീതയുണർത്തുമ്പോൾ ഇന്നിതാ
പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൾ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി താങ്ക് യു താങ്ക് യു. താങ്ക് യു. ഇതാണ് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്. വെറുതെ നിങ്ങൾ ഒരു കയ്യടി കൊടുക്കുമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടു, നല്ല പ്രോത്സാഹനം തന്നു, ഒരുപാട് 1000 സന്തോഷം. അപ്പോൾ ഏതായാലും നമുക്കിനി അടുത്ത മറ്റൊരു ഗാനത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമ്മുടെ മലയാള ചലച്ചിത്ര വേദിയിൽ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ് എന്ന സിനിമ. അതിൻ്റെ റീമേക്കായിട്ട് ഹിന്ദിയിലും തമിഴിലും ഒക്കെ ആയിട്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഹിന്ദിയിൽ ഇറങ്ങിയൊരു സിനിമയായിരുന്നു നമ്മുടെ ബുൽബുലിയ എന്ന സിനിമ. അതിൽ ശ്രേയ ഘോഷാൽ ആലപിച്ച് സുന്ദരമാക്കിയ മെരെ ഢോലിന എന്നാരംഭിക്കുന്ന ഒരു ഗാനമാണ് ഇനി വേദിയിൽ ആലപിക്കാൻ പോകുന്നത്. ഈ ഒരു ഗാനവുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗായക അഞ്ജു ജോസഫ്. നമുക്ക് പതുക്കെ സെമി ക്ലാസിക്കലിൽ നിന്നൊക്കെ തുടങ്ങാല്ലേ? അത് കഴിഞ്ഞിട്ട് പതുക്കെ എനിക്കറിയാം നിങ്ങൾ അടിപൊളി പാട്ടിന് വേണ്ടിയിട്ട് എങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയാം അല്ലേ? അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നവർ കാണുമ്പോഴേ ഡാൻസ് കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, 1-2 പാട്ടും കൂടെ ക്ഷമിക്കുക, സഹിക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടിപൊളി പാട്ടിലേക്ക് പോകും. ഓക്കെ, ചെക്ക് ചെക്ക്. मेरे ढोलना सुन, मेरे प्यार की धुन, मेरे ढोलना सुन. मेरे ढोलना सुन, मेरे प्यार की धुन, मेरे ढोलना सुन, मेरे चाहते तू फिजा में बहेंगे, जिंदा रहेंगे होके फना. तरररदो 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 ताररेर ताररेर तेरना. मेरे ढोलना सुन, मेरे प्यार की धुन, मेरे ढोलना. सांसों में तेरी सरगमे है अब रात दिन. जिंदगी मेरी तो कुछ ना अब तेरे दिन. सांसों में तेरी सरगमे अब रात दिन. जिंदगी मेरी तो कुछ ना अब तेरे दिन. तेरे धड़कनों के सरगोश मेरे धड़कनों में बजते हैं. मेरी जागती निगाहों में ख्वाब
इश्क रेख जगती है मेरे ख्याल में हर पल तेरे ख्याल शामिल है ये जुदाइयों वाले मुश्किल बड़े ही मुश्किल है ओ पिया निजा 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 रे 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 बड़ 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 गम बड़ रे सा pani niza pani niza pani niza pani niza gam bड़ रे रे bड़ रे रे bड़ niza gam bड़ रे रे bड़ gam gam रे रे सा रे सा gam रे सा gam bड़ niza 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 re 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 gam bड़ रे रे gam bड़ रे रे gam gam रे सा रे सा रे सा रे सा सा gam sa sa ga ga ma ma re 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 sa ga sa ni ni sa ni ni da gam gam da ni sa ni da gam gam re sa ni ni sa gam re sa ni da gam gam re sa gam re sa ni da gam gam re da ni ni sa sa ga sa ni sa sa ga ma sa sa ga ma sa ga ma da ni ni ma da ni ni sa sa ga मेरी ढोलना सुन मेरे प्यार की धुन मेरी ढोलना थैंक यू താങ്ക് യു പ്രിയമുള്ളവരെ. അപ്പോൾ ഏതായാലും ആ ഒരു ഗാനം ഈ വേദിയിൽ നിന്ന് ഇവിടെ വാങ്ങുമ്പോൾ ഇനി നമ്മുടെ ഏറെ സൂപ്പർ ഹിറ്റായ മലയാള ചലച്ചിത്രവേദിയിലെ മറ്റൊരു ഗാനത്തിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പൃഥ്വിരാജ് നായകനായിട്ടുള്ള ഒരു ഹൊറർ മൂവിയായിരുന്നു എസ്ര എന്ന സിനിമ. ഇതിലെ ഒരു ഗാനം വളരെ ശ്രദ്ധേയമായ ഒരു ഗാനമാണ് വേദിയിൽ ആലപിക്കാൻ പോകുന്നത്. ഈ ഒരു ഗാനവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗായകനെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നിരവധി വേദികളിൽ നല്ല അടിപൊളിയായിട്ടുള്ള മെലഡി ഗാനങ്ങളും അതുപോലെ തന്നെ ഡാൻസ് ചെയ്യുന്ന ഒരുപാട് ഗാനങ്ങളും ഒക്കെ ആലപിച്ച് വേദികളിൽ നിന്നും വേദികളിലേക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. അതിലുപരിയായിട്ട് റിയാലിറ്റി ഷോകളിലേറെ ശ്രദ്ധേയമായ കൈരളി ടി വിയിലെ പട്ടുറുമാല എന്ന പ്രോഗ്രാമിലൂടെയും എല്ലാം തൻ്റേതായ നിറസാന്നിധ്യം ടി വി ചാനൽ അണിയിച്ചൊരുക്കിയ ഒരു കലാകാരനാണ്. ആ ഒരു കലാകാരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മിസ്റ്റർ ശ്യാം മില്ലേനിയം. വെൽക്കം. അപ്പോൾ ശ്യാം അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണ്. ശ്യാമിൻ്റെ അടുത്ത് ഇനി അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ആദ്യം ശ്യാം നമുക്ക് വേണ്ടി എസ്ര എന്ന സിനിമയിലെ പാട്ട് പാടാം. എങ്കിലും നേരത്തെ നമ്മൾ ഒന്ന് രണ്ട് വേദിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്യാമ ഇവിടെ നമ്മുടെ പെങ്ങന്മാരെ സ്നേഹിക്കുന്ന ഒരുപാട് ചേട്ടന്മാരുണ്ടാവില്ലേ അല്ലേ? ഉണ്ടോ ഇല്ലേ? ചേട്ടന്മാരെ സ്നേഹിക്കുന്ന പെങ്ങന്മാരുണ്ടോ ഇവിടെ? ഉണ്ടല്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കണം. ഉണ്ടോ? അടിപൊളി. ഓക്കെ ഉണ്ടല്ലേ? ഉണ്ട്. അറിയാം, നമ്മൾ എവിടെ പോയാലും ഉണ്ടാവും. ഏതായാലും അവർക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സ്നേഹം അറിയിക്കാൻ വേണ്ടി ഒരു 4 വരി ഗാനം അതിനു മുമ്പ് ഒന്ന് ശ്യാം നിങ്ങളുടെ മുന്നിൽ ഒന്ന് ആലപിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗാനത്തിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ആങ്ങളമാരെ കട്ടയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ട് സ്നേഹിക്കുന്ന പെങ്ങന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സോങ് 4 വരി സോങ് പാടുന്നത്. അത് മുന്നേയിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ഓക്കെ, അപ്പോൾ പൊളിക്കാം, അടിച്ചു പൊളിക്കല്ലേ? ഓക്കെ, അതാണ് വേണ്ടത്. ഓക്കെ, കാർത്തിക രാത്രിയിലെ കൈക്കുമ്പിളിൽ വീണമുത്തേ കൈവളർന്നും മെയ് വളർന്നും കൺമണിയായി തീർന്നതല്ലേ നിൻ ചിരിയും നിൻമൊഴിയും. ചാടാൻ പറ്റുമോ? പുലരി നീലാവായി പൂത്തതല്ലേ നിൻ ചിരിയും നിൻമൊഴിയും. പുലരി നീലാവായി പൂത്തതല്ലേ. ഏതാ പാട്ട്? മനസ്സിലായോ? പാട്ട് മനസ്സിലായോ? ഇതാരാ എൻ്റെ കൂടെ ഒരാള് എൻ്റെ കൂടെ ഏറ്റുപാടും? ആര് പാടോ? ഞാൻ എങ്ങനെ
ചാടട്ടെ. എൻ്റെ അമ്മച്ചി എൻ്റെ ബാക്ക് പെയിൻ. ആ നന്നായിട്ട് പാടി കഴിഞ്ഞാൽ ഈ സിസ്റ്റർ നല്ലൊരു കൈഡി കൊടുക്കുന്നേ. പുലരി നീലാമ എണീക്ക് ഇരിക്കലൊക്കെ പിന്നെ പൂത്തതല്ലേ. പാടിക്കോ അടുത്ത വരി. താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഈ ഒരു സോങ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊന്ന് പാടിയാലോ? റെഡിയാണോ? എന്താ സിസ്റ്ററിന്റെ പേരെന്താണ്? പോലെ അങ്ങനെ പോലെ നീതു. നല്ലൊരു കഴിയുന്നു, നിറച്ചൊരു കഴിയുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു സോങ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊന്ന് പാടിയാലോ? റെഡിയാണോ? എല്ലാവരും നല്ല മനസ്സോടെ ആ രണ്ട് കൈ ഒന്ന് പൊക്കി പിടിച്ച്, ഒന്ന് ഉയർത്തി പിടിച്ച്, എല്ലാവരും കൈ താഴ്ത്താണ്ട് ഒന്ന് പൊക്കി പിടിച്ച് എല്ലാവരും ഒരുപോലെ. ഇനി ഞാൻ ഈ പാടുന്ന പാട്ടിനനുസരിച്ച് ബീറ്റിനനുസരിച്ച് എല്ലാവരും ഒന്ന് ഷെയ്ക്ക് ചെയ്യണം. കൈ താഴ്ത്തരുത്. ആ പൊക്കി പിടിച്ചേ. 1 2 3 4. വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്നുമേ തൻ്റെ ചിങ്കാരി മഞ്ഞു നീർത്തുള്ളി പോലിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ. വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്നുമേ തൻ്റെ ചിങ്കാരി. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത സോങ്ങിലോട്ട് പോവുകയാണ്. ഓക്കെ, റെഡിയാണോ? പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രിതൻ വാതിലിൽ ആകാശമേ നീർ പെയ്യുമോ പ്രണയാർദ്രമീ ശാഖിയിൽ ഇന്നിതാ മനസ്സിൻ ചിലാതനം മഴ പോൽ പുടന്നു ഓരോ മൗനങ്ങളും പകലിൻ വരാതയിൽ വെയിലായരഞ്ഞീതാ തമ്മിൽ ചേരും തലോടുമിന്നലകൾ കുളിരോർമ തന്നിഴലായി തുടരുന്നു നീ
പ്രണയാർദ്രയേ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രിതൻ വാതിലിൽ പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കാതി തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രിതൻ വാതിലിൽ ആകാശമേ നീ പെയ്യുമോ പ്രണയാർദ്രമീ